കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ടെസ്റ്റിസ്, ആക്സസറി ഡക്ട്സ്, ആക്സസറി ഗ്ലാൻഡ്സ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഗെമറ്റോജെനിസിസ് ആണ്. ഗെമറ്റോജെനിസിസ് എന്ന് വെച്ചാൽ ഗെമേറ്റിൻ്റെ ഫോർമേഷൻ. അപ്പോൾ അതിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു വന്നതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് മെയിൽ ഗെമേറ്റായിട്ടുള്ള സ്പേമിൻ്റെ ഫോർമേഷൻ നോക്കാം. അപ്പോൾ ആ സ്പേമിൻ്റെ പ്രൊഡക്ഷന് നമ്മൾ പറയുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. അപ്പോൾ ഗെമറ്റോജെനിസിസ് എന്ന് പറയുന്നൊരു പോർഷനകത്ത് വരുന്നതാണിത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ഇവൻസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെമറ്റോജെനിസിസ് ആണ്. അപ്പോൾ ഗെമറ്റോജെനിസിസ് മീൻസ് ഗെമേറ്റിൻ്റെ ഫോർമേഷൻ. അപ്പോൾ ഗെമേറ്റിൻ്റെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സ്പേമും ഫോം ചെയ്യും, എഗ്ഗ് ഫോം ചെയ്യും. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് സ്പേമിൻ്റെ ഫോർമേഷനാണ്. കാരണം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്പേമിൻ്റെ പ്രൊഡക്ഷൻ നോക്കാം. അപ്പം സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. അപ്പോൾ സ്പെർമറ്റോജെനിസിസ് ഇസ് ദ ഫോർമേഷൻ ഓഫ് മെയിൽ ഗമേറ്റ് മീൻസ് സ്പേം ഇൻ ദി ടെസ്റ്റിസ്. ടെസ്റ്റിസിനകത്ത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. അപ്പോൾ സ്പെർമറ്റോജെനിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് മെയിൽ ഗമേറ്റ്, ദാറ്റ് ഈസ് സ്പേം. ഹാപ്ലോയിഡ് മെയിൽ ഗമേറ്റ് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ. ഹാപ്ലോയിഡ് എന്ന് വെച്ചാൽ ക്രോമസോം നമ്പർ എത്രേ കാണത്തുള്ളൂ, പകുതി മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ 46ൻ്റെ പകുതി മീൻസ് 23 മാത്രമേ ഈ സ്പേമിനകത്ത് കാണത്തുള്ളൂ ക്രോമസോം നമ്പർ. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗമേറ്റ് അതിനെയാണ് നമ്മൾ സ്പേം എന്ന് പറയുന്നത്. ആ സ്പേം എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടെസ്റ്റിസിനകത്താണെന്ന് നമുക്കറിയാം. ആ ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ടെസ്റ്റിസിനകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്താണ്. അതിലെ മെയിൽ ജേം സെല്ലാണ് സ്പേമായിട്ട് മാറുന്നത്. അപ്പോൾ ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് മെയിൽ ഗമേറ്റ് സ്പേം ഇൻ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓഫ് ടെസ്റ്റിസ് ഈസ് കോൾഡ് സ്പെർമറ്റോജെനിസിസ്. ടെസ്റ്റിസിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം വിത്തിൻ ദി ടെസ്റ്റിസ്. ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ അകത്തേക്ക് ഇറങ്ങി ചെന്നാൽ ടെസ്റ്റിസിനകത്തുള്ളത് ഏതാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂളിലുള്ള മെയിൽ ജേം സെല്ല് സ്പേമായിട്ട് മാറുന്ന പ്രോസസ്സാണ് സ്പെർമറ്റോജെനിസിസ്. ദ ഇന്നർ വാൾ ഓഫ് ദി സെമിനിഫറസ് ട്യൂബ്യൂൾ കണ്ടെയ്ൻ 2 types ഓഫ് സെൽസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ടെസ്റ്റിസിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ടെസ്റ്റിക്കുലർ ലൊബ്യൂള്, അത് കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതിനകത്തുള്ള ട്യൂബ്സ് ആണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇന്നർ വാളിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്. അതാണ് മെയിൽ ജേം സെല്ല്, അല്ലെങ്കിൽ നമ്മളതിനെ സ്പെർമറ്റോഗോണിയൽ സെൽസ് എന്ന് പറയും. അപ്പോൾ ആ ഒരു പേരൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. മെയിൽ ജേം സെല്ലിൻ്റെ വേറൊരു പേരാണ് സ്പെർമറ്റോഗോണിയ, അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയൽ സെൽസ് എന്ന് പറയും. സ്പെർമറ്റോഗോണിയ ആൻഡ് സെട്രോളി സെൽസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് കാണപ്പെടുന്ന 2 ടൈപ്പ് സെല്ലാണ് മെയിൽ ജേം സെല്ല്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് സ്പെർമറ്റോഗോണിയൽ സെൽസ് ആൻഡ് സെട്രോളി സെൽസ്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. മെയിൽ ജേം സെൽ അല്ലെങ്കിൽ ജേർമൽ സെൽസ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയൽ സെൽസ്. ജേം സെൽസ് ഡിവൈഡ് ആൻഡ് ഡെവലപ്സ് ഇൻ ടു സ്പേം. ആ മെയിൽ ജേം സെല്ലാണ് എന്തായിട്ട് മാറുന്നത്? സ്പേം ആയിട്ട് മാറുന്നത്. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയൽ സെൽസ് എന്തായിട്ട് മാറും? അത് പല ഡിവിഷൻ നടന്ന് എന്തായിട്ട് മാറും? സ്പേമായിട്ട് മാറും. പിന്നീട് സെട്രോളി സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെട്രോളി സെൽസ് നറിഷ് ദ ഡെവലപ്പിംഗ് സ്പേം. ആ ഡെവലപ്പ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഇമ്മച്വർ ആയിട്ടുള്ള സ്പേംസിന് നറിഷ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെട്രോളി സെൽസിൻ്റെ ഫംഗ്ഷൻ. ഇതൊക്കെ നമ്മൾ ടെസ്റ്റിസിൻ്റെ പാർട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തുള്ള 2 ടൈപ്പ് സെല്ല്. അല്ല ഇവിടെ ഒരു ഇത്തിരി പുതിയതായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മെയിൽ ജേം സെല്ലിൻ്റെ മറ്റൊരു പേരൂടെ ഇവിടെ പറയുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഡിവിഷൻ പറയുമ്പോഴെല്ലാം മെയിൽ ജേം സെൽ എന്നല്ല പറയുന്നത്. അതിന് പകരം ഉപയോഗിക്കുന്ന ടേമാണ് സ്പെർമറ്റോഗോണിയൽ സെൽസ്. സ്പെർമറ്റോഗോണിയൽ സെൽസും അതുപോലെ തന്നെ സെട്രോളി സെൽസും. സ്പെർമറ്റോഗോണിയൽ സെൽസ് ഡിവൈഡ് ചെയ്ത് സ്പേമായിട്ട് മാറും. സെട്രോളി സെൽസ് അതിന് വേണ്ടുന്ന നറിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യും. The spermatogenesis takes place in 2 stages as spermatidogenesis and spermiogenesis. അപ്പോൾ ഈ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ 2 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിന് പറയുന്ന പേരാണ് സ്പെർമാറ്റിഡോജെനിസിസ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്പെർമിയോജെനിസിസ്.
നിങ്ങളുടെ ടെസ്റ്റിൽ 2 ഈ ടേംസ് തന്നിട്ടുണ്ട്. അതിനകത്ത് സ്പെർമറ്റഡോജെനിസിന് പകരം സ്പെർമറ്റോജെനിസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രണ്ടായാലും സെയിം തന്നെ, നിങ്ങൾക്ക് എളുപ്പമുള്ളത് പഠിക്കുക. ഈ സ്പെർമറ്റോജെനിസിസ് എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്പെർമറ്റോജെനിസിസ്. ഈ പ്രോസസ്സിനെ തന്നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് സ്പെർമറ്റോജെനിസിസ്, സ്പെർമാറ്റിഡോജെനിസിസ്, രണ്ടും കറക്റ്റ് തന്നെ. സ്പെർമാറ്റിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിനെ സ്പെർമാറ്റിഡോജെനിസിസ് എന്ന് പറയുന്നത്. സ്പെർമാറ്റിഡോജെനിസിസും രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്പെർമിയോജെനിസിസും. അപ്പം ഫസ്റ്റ് സ്പെർമാറ്റിഡോജെനിസിസ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെർമിയോജെനിസിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, നമ്മുടെ മെയിൽസിൻ്റെ ബോഡിയിൽ ടെസ്റ്റിസിനകത്ത് സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ്, മെയിൽ ഗമേറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. അത് സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തുള്ള സെൽസാണ് സ്പേമായിട്ട് മാറുന്നത്. അതിൽ നമ്മുടെ സ്പെർമറ്റോഗോണിയൽ സെൽസാണ് സ്പേമായിട്ട് മാറുന്നതും സെട്രോളി സെൽസ് അതിന് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇനി സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമാറ്റിഡോജെനിസിസും, രണ്ടാമത്തെ പ്രോസസ്സാണ് സ്പെർമിയോജെനിസിസും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ 2 പ്രോസസ്സാണ്. സ്പെർമറ്റോജെനിസിസിൽ വരുന്ന ഈ 2 പ്രോസസ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം സ്പെർമാറ്റിഡോജെനിസിസ്. സ്പെർമാറ്റിഡോജെനിസിസ് മീൻസ് ആ പേര് തന്നെയുണ്ട്, ജെനിസിസ് മീൻസ് ഫോമേഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് എന്താണ്? സ്പെർമാറ്റിഡ്സ് ആണ്. അപ്പോൾ സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമാറ്റിഡോജെനിസിസ്. ആദ്യമേ സ്പേം ഫോം ചെയ്യത്തില്ല, അതിന് പല മോഡിഫിക്കേഷൻസ് വന്നിട്ടാണ് ലാസ്റ്റ് അത് സ്പേമായിട്ട് മാറുന്നത്. നമ്മൾ ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള സ്പേമായിട്ട് മാറുന്നത്. അപ്പോൾ ആ സ്പേം ഫോം ചെയ്യുന്നതിന് മുമ്പുള്ളൊരു ഫേസാണ് അതിൻ്റെ സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അതിനെ പറയുന്ന പേരാണ് സ്പെർമാറ്റിഡോജെനിസിസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്. ഫസ്റ്റ് സ്പെർമാറ്റിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ആ സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമാറ്റിഡോജെനിസിസ്. അപ്പം നമ്മുടെ മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയൽ സെൽസ് എന്തായിട്ട് മാറും? ആദ്യം സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറും. ആ പ്രോസസ്സാണ് സ്പെർമാറ്റിഡോജെനിസിസ്. ഇറ്റ് ഇൻവോൾവ്സ് 3 സബ്സ്റ്റേജസ്. ഈ പ്രോസസ്സ് അല്ലെങ്കിൽ സ്പെർമാറ്റിഡോജെനിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ 3 സബ്സ്റ്റേജസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജാണ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ്, രണ്ടാമത്തെ ഗ്രോത്ത് ഫേസ്, മൂന്നാമത്തത് മെച്ചുറേഷൻ ഫേസ്. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പാടാണെങ്കിൽ അല്ലാതെ ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാലും മതി. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സ്പെർമറ്റോജെനിസിസിൽ 2 പ്രോസസ്സുണ്ട്, സ്പെർമാറ്റിഡോജെനിസിസും അതുപോലെ തന്നെ സ്പെർമിയോജെനിസിസും. അപ്പോൾ അതിൽ സ്പെർമാറ്റിഡോജെനിസിസിൽ 3 പ്രോസസ്സുണ്ട്. ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. The spermatogonial cells undergo repeated mitotic division and form large number of diploid spermatogonial cells. അപ്പോൾ നമുക്കറിയാം സ്പേം ഫോം ചെയ്യുന്ന സെല്ലെന്ന് പറയുന്നത് സ്പെർമറ്റോഗോണിയൽ സെൽസ് ആണ്. നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് കാണപ്പെടുന്ന സെൽസാണ് സ്പെർമറ്റോഗോണിയ അല്ലെങ്കിൽ മെയിൽ ജേം സെൽ എന്ന് പറയുന്നത്. അപ്പം ഈ സ്പെർമറ്റോഗോണിയൽ സെൽസ് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തിരുന്ന് മൈറ്റോട്ടിക്കലി അത് ഡിവൈഡ് ചെയ്യും. മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണ്? അതിൻ്റെ ക്രോമസോം നമ്പറിൽ വ്യത്യാസം വരത്തില്ല. അപ്പോൾ ആദ്യം ഇവരെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡിവിഷനാണ് ഈ മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തിരുന്ന് സ്പെർമറ്റോഗോണിയൽ സെൽസ് റിപ്പീറ്റായിട്ട് ഒത്തിരി പ്രാവശ്യം അതെന്താവും മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തി ഒരുപാട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമറ്റോഗോണിയൽ സെൽസ് ഫോം ചെയ്യും. ഫസ്റ്റ് തന്നെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഏകദേശം 300 മില്യൺസ് ഓഫ് സ്പേംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം ആദ്യം അത്രയും സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത്രയും സെൽസ് ആദ്യം ഫോം ചെയ്യണം. അപ്പോൾ അതാണ് ആദ്യം നടക്കുന്ന നമ്മുടെ മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയൽ സെൽസ് അതിനെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി റിപ്പീറ്റായിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ഒരുപാട് മില്യൺസ് ഓഫ് സ്പെർമറ്റോഗോണിയൽ സെൽസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ഫേസാണ് ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസിൽ എന്താണ്? ദ സ്പെർമറ്റോഗോണിയൽ സെൽസ് ഗ്രോ ഇൻ സൈസ് ബൈ ഇൻക്രീസിങ് സൈറ്റോപ്ലാസം ആൻഡ് ഗെറ്റ്സ് റെഡി ഫോർ മെച്ചുറേഷൻ. എന്നിട്ട് ഈ നമ്മുടെ പുതിയതായിട്ട് ഫോം ചെയ്ത പുതിയ സ്പെർമറ്റോഗോണിയൽ സെൽസിനകത്ത് അതിൻ്റെ സെൽ ഗ്രോത്ത് നടക്കും. സെല്ല് സൈസ് ഇൻക്രീസ് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള സൈറ്റോപ്ലാസത്തിൻ്റെ കണ്ടന്റ് എല്ലാം ഇൻക്രീസ് ചെയ്ത് അത് മെച്ചുറേഷന് വേണ്ടി റെഡിയാവും. നൗ ദ സ്പെർമറ്റോഗോണിയൽ സെൽസ് ആർ കോൾഡ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. അപ്പോൾ ഈ ഗ്രോത്ത് ഫേസിലാണ് നമ്മുടെ സ്പെർമറ്റോഗോണിയൽ സെൽസ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറുന്നത്. നിങ്ങൾക്ക് റൈറ്റ് തന്നിരിക്കുന്ന ഫിഗർ നോക്കിയാൽ അറിയാൻ പറ്റും. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്.
ആദ്യം നമ്മുടെ സ്പെർമറ്റോഗോണിയൽ സെൽസ് ഫസ്റ്റ് ഒരു 2n തന്നിട്ടുണ്ട് അവിടെ, അത് പിന്നീട് 2 ആവും, പിന്നീട് 4 ആവും, അങ്ങനെ അത് റിപ്പീറ്റായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരുന്നിട്ട് അതിൽ ഓരോ സെൽസും മെച്യൂർഡ് ആയിട്ട് മാറുമ്പോഴാണ് നമ്മളതിനെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്പെർമറ്റിഡോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ 3 സബ് ഫേസസ് ഉണ്ട്. അത് ഓർത്ത് വെച്ചേക്കാൻ പാടാണെങ്കിൽ ഓർക്കണ്ട, ഇത്രയും ഓർത്ത് വെച്ചേക്കുക. ആദ്യം നമ്മുടെ സ്പെർമറ്റോഗോണിയൽ സെൽസ് റിപ്പീറ്റായിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ആദ്യം അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും, നമ്പർ കൂട്ടുമ്പോഴെല്ലാം ഈ സെൽസ് നടക്കുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ക്രോമസോം നമ്പറിൽ വ്യത്യാസം വരത്തില്ല. പിന്നീട് ഇതിൻ്റെ സൈറ്റോപ്ലാസം എല്ലാം അതിൻ്റെ കണ്ടൻ്റ് എല്ലാം ഇൻക്രീസ് ചെയ്തത് മെച്ചുറേഷന് വേണ്ടി റെഡിയാവും. അപ്പോൾ അങ്ങനെയുള്ള സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെർമറ്റോഗോണിയൽ സെൽസ് ഇപ്പം പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ഇരിക്കുവാണ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റിന് എന്ത് ചെയ്യും, ഫസ്റ്റ് മിയോസിസ് നടക്കും. അതാണ് മെച്ചുറേഷൻ ഫേസിൽ പറയുന്ന കാര്യമാണ്. ആ ഫേസിൻ്റെ പേര് ഓർത്ത് വെച്ചേക്കാൻ പറ്റില്ലെങ്കിൽ ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഫസ്റ്റ് മിയോസിസ് നടന്നിട്ട് 2 ഹാപ്ലോയിഡ് സെൽസ് ഫോം ചെയ്യും. അപ്പോൾ നമുക്കറിയാൻ പറ്റും മിയോസിസ് നടക്കുമ്പം അതിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു സെല്ലിന് മിയോസിസ് നടക്കുമ്പോൾ അതിൻ്റെ ക്രോമസോം നമ്പർ പകുതിയാവും. അപ്പം 2n അല്ലെങ്കിൽ 46 എന്ന് പറയുന്ന ആ ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പം അത് 23 വീതമുള്ള 2 സെൽസായിട്ട് മാറും. ആ 2 സെൽസിന് നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റായിട്ട് മാറും, 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റായിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് അതിൽ നടക്കുന്ന പ്രോസസ്സ് സ്പെർമറ്റോഗോണിയൽ സെൽസ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ആദ്യം നമ്പർ ഇൻക്രീസ് ചെയ്യും. നമ്പർ ഇൻക്രീസ് ചെയ്ത് അതൊരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ നമ്മളതിനെ പറയുന്ന പേരാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഫസ്റ്റ് മിയോസിസ് നടന്ന് 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി സ്പെർമറ്റോസൈറ്റായിട്ട് മാറും. അവിടെ മുതൽ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് മുതൽ ഇതിൻ്റെ ക്രോമസോം നമ്പർ പകുതിയാവും. ദിസ് ലേറ്റർ അണ്ടർഗോ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ടു പ്രൊഡ്യൂസ് 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഫസ്റ്റ് മിയോസിസ് നടന്ന് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റായിട്ട് മാറും, 2 എണ്ണം. ഈ 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റും രണ്ടാമത് മിയോട്ടിക് ഡിവിഷൻ നടന്ന് അല്ലെങ്കിൽ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് 4 സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറും. അപ്പോഴും അതിൻ്റെ ക്രോമസോം നമ്പർ 23 ആണ്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് 4 സ്പെർമാറ്റിഡ്സ് കിട്ടും. അപ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നാണ് 4 സ്പെർമാറ്റിഡ്സ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫസ്റ്റ് മിയോസിസ് നടന്ന് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റായിട്ട് മാറും. ഈ ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റും സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് 4 മീൻസ് ഓരോന്നിന്നും 2 എണ്ണം വീതം വെച്ച് 4 സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറും. അങ്ങനെ സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമറ്റിഡോജെനിസിസ് എന്ന് പറയുന്നത്. അതിനെ 3 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്, മെച്ചുറേഷൻ ഫേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് ആ ഫിഗറും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടെസ്റ്റിൽ അങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആദ്യം സ്പെർമറ്റോഗോണിയൽ സെൽസ്, അതിൻ്റെ വേറൊരു പേരാണ് മെയിൽ ജേം സെല്ല്. ആ മെയിൽ ജേം സെല്ല് ഫസ്റ്റ് മൈറ്റോസിസ് നടന്ന് അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. നമ്പർ ഇൻക്രീസ് ചെയ്ത് സെൽ ഗ്രോത്ത് ഒക്കെ നടന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയിരിക്കുമ്പോഴും അതിൻ്റെ ക്രോമസോം നമ്പർ 2n തന്നെയാണ്, 46 തന്നെയാണ്. അവിടെ മിയോസിസ് ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ ഈ ക്രോമസോം നമ്പർ എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഓരോ സ്റ്റേജിലും അതിൻ്റെ ക്രോമസോം നമ്പർ എഴുതാൻ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയിരിക്കുന്നത് വരെ അതിൻ്റെ ക്രോമസോം നമ്പർ 2n തന്നെയാണ്, അത് ഡിപ്ലോയിഡ് സെല്ലാണ്. ഇനി ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റിന് ഫസ്റ്റ് മിയോസിസ് നടന്ന് 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റായിട്ട് മാറും. ആ ഫസ്റ്റ് മിയോസിസ് അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ക്രോമസോം നമ്പർ പകുതിയാവും. അപ്പോൾ ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് പകുതിയായിരിക്കും, 23 വീതമായിരിക്കും. അതാണ് n എന്ന് അവിടെ തന്നിരിക്കുന്നത്. ഇനി ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് സെക്കൻഡ് മിയോസിസ് നടക്കുമ്പോഴത്തേക്ക് അവിടെ എന്തായിട്ട് മാറും, 4 സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യും. ഓരോന്നിന്നും 4 സ്പെർമാറ്റിഡ്സ് വീതം ഫോം ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്ന സെക്കൻഡ് മിയോസിസ് നടന്നിട്ട് 4 സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യും. അപ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അല്ലെങ്കിൽ ഒരു സ്പെർമറ്റോഗോണിയൽ സെൽസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മെയിൽ ജേം സെല്ലിൽ നിന്ന് നമുക്ക് 4 സ്പെർമാറ്റിഡ്സ് ആണ് കിട്ടുന്നത്. അപ്പം അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ എണ്ണ എത്രയെന്ന് നമ്മളടുത്ത്
ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്പെർമാറ്റോഗോണിയൽ സെൽസിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത്ര ഒരു 10 സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ 10 പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പെർമാറ്റിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കണക്ക് ഓർത്ത് വെച്ചേക്കുക. ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്ര പ്രൈമറി സ്പെർമാറ്റോസൈറ്റോ സ്പെർമാറ്റോഗോണിയൽ സെൽസ് തന്നാലോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇവിടെ നമുക്ക് സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്ത്, അപ്പോൾ ആ സ്പെർമാറ്റിഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സ് വരെയാണ് നമ്മൾ സ്പെർമാറ്റിഡോജെനിസിസ് എന്ന് പറയുന്നത്. സ്പെർമാറ്റോഗോണിയൽ സെൽസ് സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെയാണ് സ്പെർമാറ്റിഡോജെനിസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അടുത്ത ഒരു പ്രോസസ്സായിട്ട് പറഞ്ഞ സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെർമിയോജെനിസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്പെർമാറ്റിഡ്സ് എന്ന് വെച്ചാൽ കറക്റ്റ് സ്പേം ആയിട്ടില്ല, അത് ഈ സ്പെർമാറ്റിഡ്സ് നമ്മുടെ കറക്റ്റ് സ്പേം ആയിട്ട് മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയോജെനിസിസ്. അപ്പോൾ നോക്കിയേ, സ്പെർമിയോജെനിസിസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഇനാക്റ്റീവ് നോൺ മോട്ടൈൽ സ്പെർമാറ്റിഡ്സ് ഇൻറ്റു ആക്റ്റീവ് മോട്ടൈൽ സ്പെർമറ്റോസോവ. സ്പെർമറ്റോസോവ മീൻസ് അതിൻ്റെ സ്പേമിനെ തന്നെ നമ്മൾ പറയുന്ന പേരാണ് സ്പെർമറ്റോസോവ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്പേംസിൻ്റെ മറ്റൊരു പേരാണ് സ്പെർമറ്റോസോവ. അപ്പോൾ ഈ സ്പെർമിയോജെനിസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്പെർമാറ്റിഡ്സ് സ്പേമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്പെർമാറ്റിഡോജെനിസിസ് ആണ്, അല്ലെങ്കിൽ നമുക്കതിന് സ്പെർമറ്റോജെനിസിസ് എന്ന് പറയാം. സ്പെർമാറ്റിഡോജെനിസിസ് അല്ലെങ്കിൽ സ്പെർമറ്റോജെനിസിസിൽ നമുക്ക് 4 സ്പെർമാറ്റിഡ്സ് കിട്ടും ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് ആക്റ്റീവ് അല്ലെങ്കിൽ മോട്ടൈലായിട്ടുള്ള നല്ല മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കറക്റ്റായിട്ടുള്ള സ്പേം കിട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഇനാക്റ്റീവ് നോൺ മോട്ടൈൽ സ്പെർമാറ്റിഡ്സ്. ഈ സ്പെർമാറ്റിഡ്സിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, നോൺ മോട്ടൈലായിരിക്കും. അങ്ങനെ ഇനാക്റ്റീവായിട്ടുള്ള നോൺ മോട്ടൈലായിട്ടുള്ള സ്പെർമാറ്റിഡ്സിൽ നിന്ന് ആക്റ്റീവായിട്ടുള്ള മോട്ടൈൽ സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേമായിട്ട് മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയോജെനിസിസ്. അപ്പോൾ സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നു കഴിയുമ്പം നമുക്ക് കറക്റ്റ് സ്പേം കിട്ടും. ആ സ്പേം പിന്നീട് എന്ത് ചെയ്യും? ഇപ്പോൾ സ്പേം ഫോം ചെയ്ത് നമ്മുടെ മെയിൽ ജേം സെല്ലിൽ ഇപ്പോൾ സ്പേമായിട്ട് മാറിയിട്ടുണ്ട്. ഈ മെയിൽ ജേംസിൽ അല്ലെങ്കിൽ സ്പേമായിട്ട് മാറിയ സെൽസ് ഇനി നമ്മുടെ സെർട്ടോളി സെൽസിൽ ഈ മെയിൽ ജേം സെല്ലിൻ്റെ ഹെഡ് കൊണ്ടുവന്ന് അതിനകത്തേക്ക് എംബഡ് ചെയ്ത് വെക്കും. നമ്മുടെ സെർട്ടോളി സെൽസിനകത്തേക്ക് ഇത് മൂവ് ചെയ്തിട്ട് സെർട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? അതിന് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെർട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇതിന് ന്യൂട്രീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കറക്റ്റ് സ്പേമായിട്ട് അത് നമ്മുടെ ടെസ്റ്റിസിനകത്തുനിന്ന് അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. അതോടെ ഓർത്ത് വെച്ചേക്കാം. അത് ഇതിൻ്റെ പ്രോസസ്സിൻ്റെ കൂടെ വരുന്നതല്ല, എന്നാലും നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്പെർമിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്പെർമിയോജെനിസിസ് വഴി ഫോം ചെയ്ത സ്പേം സെർട്ടോളി സെൽസിനകത്ത് പോയി ന്യൂട്രീഷൻസ് എല്ലാം കിട്ടി അതിൻ്റെ ഹെഡ് അതിനകത്ത് കൊണ്ട് എംബഡ് ചെയ്ത് വെക്കും. അപ്പോൾ ന്യൂട്രീഷൻസ് എല്ലാം കളക്ട് ചെയ്ത് ഇത് കറക്റ്റ് നല്ല സ്പേമായിട്ടത് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ്, സെമിനിഫറസ് ട്യൂബ്യൂളിനകത്തുനിന്ന് ഇതിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. ടെസ്റ്റിനകത്തതിൻ്റെ ഒരു പോയിൻ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ സ്പേമിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്ന കാര്യം. അതിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ്? സ്പെർമറ്റിഡോജെനിസിസും രണ്ടാമത്തെ പ്രോസസ്സ് സ്പെർമിയോജെനിസിസ് ആണ്. സ്പെർമറ്റിഡോജെനിസിസ് എന്ന് വെച്ചാൽ മെയിൽ ജേം സെല്ല് സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് സ്പെർമാറ്റിഡോജെനിസിസ്. അതിൽ 3 ഫേസ് ഉണ്ട്. 3 ഫേസായിട്ട് പഠിച്ചില്ലെങ്കിലും ഫസ്റ്റ് ഇത്ര ഓർത്ത് വെച്ചേക്കുക. മെയിൽ ജേം സെല്ല് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൈറ്റോസിസ് വഴി നമ്പർ ഇൻക്രീസ് ചെയ്ത് അത് കറക്റ്റ് സെല്ലാകുമ്പോൾ നമ്മൾ അതിനെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് പറയും. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഫസ്റ്റ് മിയോസിസ് നടന്ന് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറും. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് സെക്കൻഡ് മിയോസിസ് നടന്ന് 4 സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറും. ആ പ്രോസസ്സാണ് സ്പെർമാറ്റിഡോജെനിസിസ്. പിന്നീട് ഇത് കറക്റ്റായിട്ടുള്ള മോട്ടൈലായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള സ്പേമായിട്ട് മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയോജെനിസിസ്. പിന്നീട് ഇത് ന്യൂട്രീഷൻസ് എല്ലാം കിട്ടിയതിന് ശേഷം സെർട്ടോളി സെൽസിൽ നിന്നുള്ള ന്യൂട്രീഷൻസ് എല്ലാം കിട്ടിയ ശേഷം ഇത് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തുനിന്ന് സ്പേമിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. ഇതോടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വാക്ക് സ്പെർമിയേഷൻ എന്ന് പറയുന്ന വാക്കുകൾ ഓർത്ത് വെച്ചേക്കുക. റിലീസ് ഓഫ് സ്പേം ഫ്രം ദി സെർട്ടോളി സെൽസ് ആഫ്റ്റർ ഗെറ്റിംഗ് ദ
നറിഷ്മെൻറ്റ് ഫ്രം ദി സെറ്റോളി സെൽസ്. സെറ്റോളി സെൽസിൽ നിന്ന് നറിഷ്മെൻ്റ് എല്ലാം കിട്ടിയ ശേഷം സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തുനിന്ന് സ്പേമിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. ഇനി നോക്കി, ഇനി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ടെസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലാത്ത പോയിൻ്റാണ്, അറിവിന് വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഫസ്റ്റ് പ്രോസസ്സ് തന്നെ അതാണ്, സ്പെർമാറ്റിഡ്സ്. 4 സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യും. ഈ സ്പെർമാറ്റിഡ്സ് കറക്റ്റ് സ്പേമായിട്ട് മാറാൻ വേണ്ടി പല സ്ട്രക്ചറൽ ചേഞ്ചസ് അതിനുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെർമാറ്റിഡ്സ് നോൺ മോട്ടൈലാണ്, അത് ഇനാക്റ്റീവ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അത് ആക്റ്റീവായിട്ടുള്ള മോട്ടൈലായിട്ടുള്ള അതിന് ടെയിലൊക്കെ ഫോം ചെയ്തത് മോട്ടൈലായിട്ടുള്ള സ്പേമായിട്ട് മാറുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സിനിടയ്ക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് നടക്കുന്നതിനിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സ്പെർമാറ്റിഡ്സിന് നടക്കുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? ദ സ്മോൾ വെസിക്കിൾസ് ഓഫ് ഗോൾജി കോംപ്ലക്സ് ഫ്യൂസ് ടു ഫോം ലാർജ് കപ്പ് ലൈക്ക് അക്രോസോം ആൻറ്റീരിയർ ടു ദി ന്യൂക്ലിയസ്. അപ്പം ഇത് നമ്മുടെ സ്പേമിൻ്റെ സ്ട്രക്ചർ ഇനി പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്ത് ചെയ്യും, ഗോൾജി കോംപ്ലക്സ് എല്ലാം ഫ്യൂസ് ചെയ്തുകൊണ്ട് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെ പറയുന്ന പേരാണ് അക്രോസോം. അക്രോസോമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്കിനി പിന്നീട് പഠിക്കാം. അപ്പോൾ അക്രോസോമായിട്ട് മാറും ന്യൂക്ലിയസിനകത്ത്. അതൊരു ഹെഡിൻ്റെ റീജിയനിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന് മുകളിലായിട്ട് ഒരു അക്രോസോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അത് ഫോം ചെയ്യും. പിന്നെന്താണ്, ദ 2 സെൻട്രിയോൾസ് ഓഫ് സ്പെർമാറ്റിഡ്സ് മൂവ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ് ആൻഡ് അറേഞ്ച് ബെനീത്ത് ദ ന്യൂക്ലിയസ് ആസ് എ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ സെൻട്രിയോൾസ്. അപ്പോൾ സെൻട്രിയോളിനുണ്ടാകുന്ന ചേഞ്ചസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. അത് 2 പോൾസിലേക്ക് അത് മൂവ് ചെയ്യും ടുവേർഡ്സ് ദ ന്യൂക്ലിയസ് ആൻഡ് അറേഞ്ച് ബെനീത്ത് ദ ന്യൂക്ലിയസ് ആൻഡ് പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ സെൻട്രിയോൾ. അങ്ങനെ 2 ആയിട്ടത് അറേഞ്ച് ചെയ്യും. ഒന്നും ഓർത്ത് വെച്ചേക്കേണ്ട, ടെസ്റ്റിനകത്ത് തന്നിട്ടില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ എന്താണ്, 2 ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ സെൻട്രിയോൾസിന്, അതിനകത്ത് നമ്മൾ സെൽ ഡിവിഷന് വേണ്ടി സഹായിക്കുന്നതാണ് സെൻട്രിയോൾസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സെൻട്രിയോൾസ് അടുത്തോട്ട് മൂവ് ചെയ്തിട്ട് പ്രോക്സിമൽ എന്നും ഡിസ്റ്റൽ സെൻട്രിയോളുമായിട്ട് അത് മാറും. അപ്പോൾ ഡിസ്റ്റൽ സെൻട്രിയോൾ എന്തായിട്ട് മാറും, ടെയിലായിട്ട് മാറും. ഇപ്പോൾ സ്പെർമാറ്റിഡ്സിന് നടക്കുന്ന ചേഞ്ചസ് ആണ്, അത് ടെയിലായിട്ട് മാറും. പിന്നെ മൈറ്റോകോൺട്രിയ ഫോംസ് എ ലാർജ് മാസ് അറ്റ് ദ നെക്ക് റീജിയൻ. അതുപോലെ തന്നെ നെക്കിൻ്റെ റീജിയനിൽ സ്പേമിൻ്റെ സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റും. നെക്കിൻ്റെ റീജിയനിൽ അത് മൈറ്റോകോൺട്രിയ ഒത്തിരി ആ നെക്ക് റീജിയനിൽ ഫോം ചെയ്യും. അതുപോലെ തന്നെ ന്യൂക്ലിയസ് ബിക്കം ഇലോങ്ങേറ്റഡ് ആൻഡ് ഫോം എ സ്പെറിക്കൽ ഷേപ്പ്. ന്യൂക്ലിയസിന് എന്ത് ഷേപ്പായിട്ട് മാറും, സ്പെറിക്കൽ ഷേപ്പായിട്ട് മാറും. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ഒക്കെ സംഭവിച്ചതിന് ശേഷമാണ് എന്തായിട്ട് മാറുന്നത്, സ്പെർമാറ്റിഡ്സ് സ്പേമായിട്ട് മാറുന്നത്. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് അത് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു പോർഷനിൽ പഠിക്കാനുള്ളത് സ്പേമിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചേക്കുക. ഇത് സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. ഊജെനിസിസുമായിട്ട് അല്ലെങ്കിൽ ഫീമെയിൽ ഗമേറ്റ് ഫോം ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇത് എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞേക്കുന്നത്. ആ 2 സ്പെർമറ്റോജെനിസിസ് എന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതിനകത്തുള്ള 2 പ്രോസസ്സാണ് സ്പെർമറ്റിഡോജെനിസിസും സ്പെർമിയോജെനിസിസും. ഇത്രയാണ് മെയിൽ ജേം സെല്ല് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലുള്ള കാര്യം. പിന്നെ ഈ ലാസ്റ്റ് ഒരു 5 പോയിന്റ് തന്നേക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കതൊരു എക്സ്റ്റെൻഡ് റീഡിങ്ങിന് വേണ്ടി തന്നേക്കുന്നേ ഉള്ളൂ. അത് വേണമെങ്കിൽ പഠിച്ചാൽ മതി, പഠിക്കണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഈ സ്പെർമാറ്റിഡ്സ് സ്പേമായിട്ട് മാറുമ്പം അതിനിടയ്ക്ക് നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയെന്നുള്ളതാണ് തന്നിരിക്കുന്നത്.